നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിലെ ഡിഫറെൻറ്റ് ട്രാക്ക് മാറ്റിംഗ് മെത്തേഡുകളാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാസ്കിംഗ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ പല ആളുകളും ആഫ്റ്റർ എഫക്ട്സ് പഠിക്കുന്നത് പലപ്പോൾ നമ്മൾ പല വീഡിയോ ട്യൂട്ടോറിയൽസും കാര്യങ്ങളെല്ലാം നോക്കി പഠിക്കുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്ക ടൈറ്റിൽസും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പോർഷനാണ് ആഫ്റ്റർ എഫക്ട്സിൽ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടേറെ വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൈറ്റിൽസും മെയിൻ ടൈറ്റിൽസ് അല്ലാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ലോവർ തേർഡ് ടൈറ്റിലുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ലോവർ തേർഡ് ടൈറ്റിൽസ്, അതായത് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ടൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ള ചെറിയ ടൈറ്റിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ടൈറ്റിൽസൊക്കെ നിങ്ങൾക്കറിയാം, മേ ബി ഒരു പർട്ടിക്കുലർ ഒരു ഷേപ്പിനുള്ളിൽ മാത്രം വിസിബിൾ ആവുകയും, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ഓപ്ഷനൊക്കെ കീ കൊടുത്തിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യിച്ചൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അത്തരം ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് വിസിബിൾ ആകുന്ന രീതിയിൽ, എന്നാൽ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് ഹിഡൻ ആയിട്ടും കിടക്കണം. ഇങ്ങനെ രീതിയിലുള്ള എഫക്റ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷേപ്പിനുള്ളിൽ മാത്രം നമ്മൾ ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആഫ്റ്റർ എഫക്ട്സിനകത്തുള്ള ട്രാക്ക് മാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ടോഗിൾ സ്വിച്ചസ് മോഡിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് കൺസെപ്റ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു മാസ്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ലെയർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ടൂൾസിനകത്ത് നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഷേപ്സും അതേപോലെ തന്നെ ഇതെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് എൻ്റെ ലെയർ സെലക്റ്റഡ് ആണ്, ഞാൻ അതിന് ശേഷം ഞാനിവിടെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതൊരു മാസ്ക് ആയിട്ടായിരിക്കും നമ്മുടെ ലെയറിനുള്ളിൽ വന്നിരിക്കുക. അതായത് ഈ ഷേപ്പ് എവിടെ നിൽക്കുന്നു ആ ഏരിയയിൽ മാത്രമായിരിക്കും നമ്മുടെ കണ്ടന്റ് വിസിബിൾ ആവുക. ഓക്കെ, ദെൻ അതല്ലാതെ ഞാനിപ്പോൾ ഈ ലെയർ ഡീസെലക്ട് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ലെയറും സെലക്റ്റഡ് അല്ല. ദെൻ അതിനുശേഷം ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് തരുന്നത് ഒരു വേറെ ഒരു ലെയർ ആയിരിക്കും, അതായത് ഒരു ഷേപ്പ് ലെയർ ആയിരിക്കും വന്നിരിക്കും. ഞാൻ ഇതിനകത്ത് നേരത്തെ ഒരു ഓപ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, സോറി. ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഷേപ്പ് ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എനിക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു ഷേപ്പ് വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ലെയർ താഴേക്ക് ആക്കാവുന്നതാണ്, ലെയറിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോണ്ടിൻ്റെ കളർ ഒന്ന് നമുക്ക് ആപ്റ്റാകുന്ന ഒരു, ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു കളറിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഓൾമോസ്റ്റ് ഈ ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ വിസിബിൾ ആകാവുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ഒരു കീ കൊടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1 to 2 സെക്കൻഡ് ആകുന്ന സമയത്ത് എനിക്ക് ഒരു പൊസിഷനിലാണ് എനിക്ക് ടെക്സ്റ്റ് വേണ്ടത്. ഓക്കെ, ഞാൻ അവിടെ കൊടുത്തു. then ഇതിൻ്റെ 0th പൊസിഷനിൽ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഇത് ഞാനിങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോമിലേക്ക് വയ്ക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി ടെക്സ്റ്റ് ഇങ്ങനെ വെറുതെ പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ഇത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സിന് വെളിയിലും നമ്മുടെ ടെക്സ്റ്റ് വിസിബിൾ ആണ്. ഓക്കെ, ഈ ബോക്സിന് വെളിയിലും നമ്മുടെ ടെക്സ്റ്റ് വിസിബിൾ ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇവിടെ ഒരു ലെയർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ലെയർ ഉണ്ട്. ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ Ctrl+D പ്രസ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ഞാൻ ഈ ലെയറിനെ എൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ലെയർ ഹൈഡ് ചെയ്തിട്ടാലും കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് ഹൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിതിന് തൊട്ട് മുകളിലായിട്ടൊരു ലെയർ 2 എന്ന് പറഞ്ഞ ലെയർ. ഓക്കെ, ദെൻ ഞാനിവിടെ ഈ
ടൈറ്റിലാണ് എനിക്ക് മാറ്റ് ചെയ്യേണ്ടത്, മാസ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ട്രാക്ക് മാറ്റിനകത്ത് നൺ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആൽഫ മാറ്റ് ഷേപ്പ് ലെയർ ടു, ആൽഫ ഇൻവേർട്ടഡ് മാറ്റ് ഷേപ്പ് ലെയർ ടു, ലൂമ മാറ്റ് ഷേപ്പ് ലെയർ ടു, ലൂമ ഇൻവേർട്ടഡ് മാറ്റ് ഷേപ്പ് ലെയർ ടു, ഇങ്ങനെ ഓപ്ഷൻസ് കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ഇതിൽ നിന്നും ആൽഫ മാറ്റ് കൊടുക്കുകയാണ്. ആൽഫ മാറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ബോക്സിനുള്ളിൽ മാത്രമായിട്ട് ഇത് ചെയ്യും, നമ്മുടെ ടെക്സ്റ്റ് വിസിബിൾ ആകും. ഓക്കെ, ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ഒരു ഏരിയ പോലെയാണ്. അപ്പോൾ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ആവശ്യമായതുകൊണ്ട് ഞാനിത് ഷോ ചെയ്തു. ഇതിനാണ് ഞാൻ ഈ ലെയറിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാസ്കിന് വേണ്ടി യൂസ് ചെയ്തത്. ടെക്സ്റ്റ് ആ ഒരു ഇതിനുള്ളിൽ മാത്രമായിട്ട് വിസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫംഗ്ഷൻ കീ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. കർവിങ് ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് ഭംഗിയായ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിങ് അല്പം സ്പീഡിലും അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തത് ആൽഫ മാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കൊടുത്തത്. ആൽഫ മീൻസ് നമുക്ക് ഈ ലെയറിൻ്റെ ഒപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ലെയറിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 100% ആണ് അതിൻ്റെ ഒപ്പാസിറ്റി. അപ്പോൾ ഒപ്പാസിറ്റി മീൻസ് 100 ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഒബ്ജക്റ്റ് അതിനകത്ത് വിസിബിൾ ആയിരിക്കും. അതേസമയം ഈ ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയുന്നതനുസരിച്ച് നമ്മുടെ ഒബ്ജക്റ്റും വിസിബിൾ ആകും. ഞാൻ കുറയ്ക്കുന്നത് ഈ ഷേപ്പ് ലെയറിൻ്റെ ഒപ്പാസിറ്റിയാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റ്, ടെക്സ്റ്റ് ആകാം, ഇമേജ് ആകാം, വാട്ടവർ, എന്ത് കണ്ടന്റ് ആണ് ഈ ലെയറിനുള്ളിൽ വരുന്ന കണ്ടന്റ് എന്താണെങ്കിലും അത് പാർഷ്യലി നമുക്കിവിടെ വിസിബിൾ ആകുന്നുള്ളൂ. കണ്ടോ, പാർഷ്യലി വിസിബിൾ ആകുന്നുള്ളൂ. അപ്പോൾ ആൽഫ മീൻസ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയറിൻ്റെ ഒപ്പാസിറ്റിയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആൽഫ മാറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ. ഇനി ഇതിൻ്റെ തന്നെ ഇൻവേർട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിപ്പോൾ ആൽഫ മാറ്റ് ആണ് കൊടുത്തത്. ദെൻ ഇതിൻ്റെ ഇൻവേർട്ടഡ് മീൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ ആൽഫ മാറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ലെയർ ഈ ബോക്സിനുള്ളിൽ വിസിബിൾ ആണ്. ഇതിൻ്റെ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന് വെളിയിലുള്ളൊരു പോർഷൻ ആയിരിക്കും നമുക്ക് വിസിബിൾ ആണ്. ടെക്സ്റ്റിനകത്തേക്ക്, അതായത് ടെക്സ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോക്സിനുള്ളിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് വിസിബിൾ ആകുന്നില്ല. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻവേർട്ടഡ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആൽഫ മാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ആ കണ്ടന്റിനുള്ളിൽ, അതായത് ബോക്സിനുള്ളിൽ നമുക്ക് ടെക്സ്റ്റ് വിസിബിൾ ആയിട്ട് കാണുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ തന്നെ മറ്റൊരു ഓപ്ഷൻ വരുന്നതാണ് നമുക്ക് ലൂമ മാറ്റ് എന്നുള്ള ഓപ്ഷൻ. ലൂമയും നമുക്ക് ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇത്തരം ഇത് ചെയ്യുന്ന സമയത്തല്ല, നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വീഡിയോസിനെ ബേസ് ചെയ്തൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ലൂമ മാറ്റ് വരുന്നത്. ലൂമ മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലെയറിൻ്റെ ബ്രൈറ്റ്നെസ് ആണ്. ഓക്കെ, വൈറ്റ് കളർ, അതായത് നമ്മൾ മാസ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെയർ പ്യുവർ വൈറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ കണ്ടന്റ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറാണ്. ഞാനിത് പ്രോപ്പർ വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ പക്കയായിട്ട് വിസിബിൾ ആയിരിക്കും. അതായത് ഈ ലെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് കളറാണ്. ഓക്കെ, ഇനി അത് ഡാർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഡാർക്ക് മീൻസ് ഫുള്ളി ഡാർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ മറ്റ് കളറുകൾ എടുക്കുന്ന സമയത്ത് കളറിൻ്റെ ബ്രൈറ്റ്നെസ്സിന് ബേസ് ചെയ്യും. ഇപ്പോൾ പക്ക നമുക്ക് നല്ല രീതിയിൽ കട്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂമ എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ലെയർ ആണെങ്കിലാണ് നമുക്ക് ലൂമ ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ലെയർ നമുക്കുണ്ട്, അതിനുള്ളിൻ്റെ അതിൽ വൈറ്റ് ഏരിയയിൽ മാത്രമായിട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിരിക്കാം മേ ബി, ആ വീഡിയോയിൽ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഏരിയയിൽ മാത്രമായിട്ട് നമുക്ക് ആ കണ്ടന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ നമുക്ക് ലൂമ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലൂമ മാറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിന് ഇൻവേഴ്സ് ആണ് വേണ്ടെങ്കിൽ ലൂമ ഇൻവേർട്ടഡ് മാറ്റ് ഓപ്ഷനും ഉണ്ട്. ലൂമ ഇൻവേർട്ടഡ് മാറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആൽഫ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ലെയറിൻ്റെ ഒപ്പാസിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇത് പലതും കട്ടാവുക. ഇനി ഇത് നിങ്ങൾക്ക് പല രീതിയിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്ഷനകത്ത് ഞാൻ ഇവിടെ ടെക്സ്റ്റ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ മൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ദെൻ ടെക്സ്റ്റിന് പകരം വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്തുള്ള ഞാനിപ്പോൾ ഈ ലെയർ റിമൂവ് ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ പൊസിഷൻ കീയും ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ, ഇതിന് ഞാനൊരു അനിമേഷൻ കൊടുക്കുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അനിമേഷൻ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ നമുക്ക് ആങ്കർ പോയിന്റ് ലെഫ്റ്റ് സൈഡിലാക്കിയതിന് ശേഷം മേ ബി നമുക്ക് വേണമെങ്കിൽ സ്കെയിലിംഗ് ഓപ്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിൽ നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനത്
ഈ പോയിന്റിൽ ഞാൻ 100 മേ ബി ഒരു 2 സെക്കൻഡ് ഇത് 100 ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ ഞാനത് 0 കൊടുക്കും. നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ അനിമേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അനിമേഷൻ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇതിന് മുകളിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ആൽഫ മാറ്റ് ഷേപ്പ് ലെയർ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ അത് വിസിബിൾ ആവും. സി അതെ, ഓക്കെ, ഇങ്ങനെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ലെയറും കൂടി ഞാനിവിടെ ഇട്ടെ. ഇതിനകത്തും ഇതേ മൂവ്മെൻറ്റ് തന്നെയാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നത്. ഇതിന് ശേഷം ഞാനിപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റ്, ഞാനിപ്പോൾ സപ്പോസ് ഞാനൊരു ഡീസെലക്ട് ചെയ്യുന്നു, വേറൊരു ഒബ്ജക്റ്റ് വരയ്ക്കുക. അതിൻ്റെ കളർ സപ്പോസ് ഞാനിങ്ങനൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് എനിക്ക് ഇങ്ങോട്ടേക്കൊന്ന് മൂവ് ചെയ്യാണ്. ഞാനിപ്പോൾ അതിൻ്റെ പൊസിഷൻ ഇവിടെ കീ കൊടുത്തു. പിന്നെ അതിന് ശേഷം മൂവ് ചെയ്യിച്ചു. ഓക്കെ, ഇപ്പോൾ ഈ അനിമേഷൻ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ മാത്രം വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കിൾ ആണ്, ഇത് നമ്മുടെ സർക്കിളാണ്. നമുക്ക് റീനെയിം ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഞാൻ ആൽഫ മാറ്റ് ഷേപ്പ് ലെയർ തൊട്ട് മുകളിൽ കാണുന്ന ലെയർ ആയിരിക്കും ഇവിടെ കാണുക. അതിന് മുകളിലുള്ള ലെയേഴ്സ് ഒന്നും വിസിബിൾ ആയിരിക്കത്തില്ല. നമുക്ക് ഈ ഓപ്ഷനിൽ കാണിക്കാൻ പറ്റും. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സർക്കിളിൻ്റെ മറ്റ് ഏരിയകളൊന്നും തന്നെ ഇതിനകത്തിൽ വിസിബിൾ അല്ല. ഇങ്ങനെ നമുക്ക് അങ്ങനെ എന്ത് ഷേപ്സ് വേണമെങ്കിൽ അതിനുള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുത്താലും നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ട്രാക്ക് മാറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഭംഗിയുള്ള, ഞാനിതിൻ്റെ കോൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞുള്ളൂ. നമുക്ക് വരും ക്ലാസ്സുകളിൽ 1-2 എക്സസൈസുകൾ പോലെ ചെയ്യും. എൻ്റെ പ്യുവർ കോൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിലോ അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സിലോ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മെക്കാട്ടൺ സിസ്റ്റംസിൻ്റെ സെൻറ്ററിൽ വന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്.